സാറേ, അപ്പം നമുക്ക് തുടങ്ങിയല്ലേ? നിൽക്കി തുടങ്ങാൻ വരട്ടെ. കഥയിൽ 3 പേരെ പരിചയപ്പെടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഥയിലേക്ക് പോകാം. ഇത് റോഷൻ. ഇവനൊരു പ്രേമരോഗിയാണ്. പ്രേമം ഇവൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇനി രണ്ടാമത്തെ ഇത് വിനു. കണ്ടാൽ കുറച്ച് ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷെ അതൊക്കെ വെറും തോന്നില്ല. ഇത് ടോണി. പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. അതിലെത്ര സപ്ലൈ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ഇവനും അറിയില്ല, കോളേജുകാർക്കും അറിയില്ല. ആ കാര്യത്തിൽ ഇവർ തമ്മിൽ ഒരു ധാരണയിലും എത്തിയിട്ടില്ല. പിന്നെ ഇവൻ്റെ മെയിൻ ഐറ്റം അത് അവൻ്റെ ഒടുക്കത്തെ ആത്മാർത്ഥതയാണ്. ഇനി തുടങ്ങിക്കോ. ഡേയ്, നിനക്കെന്ത് വയ്യേ? കുറേ നേരമായല്ലേ കീ കൊടുത്ത വായന കിടക്ക്. ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. നീ കാര്യം പറ. എടാ ടെൻഷൻ ടെൻഷൻ ടെൻഷന്? എന്തോന്ന് ടെൻഷൻ? ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നവും? ആയിരക്കണക്കിന് പ്രശ്നങ്ങളാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് വരുന്നത്. നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി ഒരു മൂലയിൽ കൂടെ അങ്ങ് പോകണം. നീ അതൊക്കെ ഇവനെ കണ്ടു പഠിക്കണം. ഇന്നലെ തന്നെ ഇവൻ്റെ അച്ഛൻ ഇവനെ പണിക്ക് വിടാനായിട്ട് കയറും കൊടുവാലും എടുത്തുകൊണ്ട് മച്ചിൻ്റെ മണ്ണിൽ കയറി ആത്മഹത്യാ ഭീഷണിരെ മുഴക്കി. അത് കേട്ടിട്ട് പോലും യവൻ കുലുങ്ങിയില്ല. അല്ലേടാ? നമ്മളിതൊക്കെ എത്ര കണ്ടേക്കുന്നില്ലേ? എടാ ഇത് അതുപോലെ അല്ലടാ. നാളെ അവളെ കല്യാണമാണ്. കല്യാണോ? ആര്? മീനാക്ഷിയുടെ. മീനാക്ഷിയാ? എടാ അതൊരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ച്. പക്ഷെ അടുത്ത ആഴ്ച നമ്മൾ പിന്നെ സെറ്റായി. എന്തുവാടെ ഇത്? ഈ ആഴ്ച ബ്രേക്കപ്പ് എങ്കിൽ അടുത്ത ആഴ്ച പിന്നെ സെറ്റാവും. ഇത് വേറെ പെണ്ണാണെങ്കിൽ പോട്ടെ എന്നെങ്കിലും വെക്കാം. ഇത് ആ പെണ്ണിനെ തന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ആഴ്ച അതിനെ തന്നെ സെറ്റാക്കും. ഒരു മര്യാദയൊക്കെ വേണ്ടേടേ. എന്നിട്ട് അതിൻ്റെ പേരോ പരിശുദ്ധ പ്രേമം. അതൊക്കെ എൻ്റെ പ്രേമം. സിൻസിയർലി, ട്രൂലി, ഫെയ്ത്ത്ഫുള്ളി, താങ്ക്ഫുള്ളി ആയിരുന്നു. ജിൻസി, ഐ ലവ് യു. ജിൻസിയുടെ നുണ പറയാത്ത നുണക്കുഴിയില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ തൻ്റെ ആ പാൽപ്പേട പോലുള്ള പല്ലുകൾ, 1000 വാട്ട് LED ബൾബ് കത്തിച്ച് വെച്ച് പോലത്തെ പുഞ്ചിരി, ഇതെല്ലാം എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയി. ജിൻസി പതിഞ്ഞു പോയി. ജിൻസി എന്തൊന്നും പറയാത്തേ? ജിൻസി പറയൂ, ജിൻസി പറയൂ. ഞാൻ പറഞ്ഞ മതിയോടാ. ഇപ്പോഴും അടിയുടെ വേദന ഉണ്ടല്ലേ? ചെറുതായി അറിയാം. അത് വിട്. അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ആക്ച്വലി എന്താണ് നിന്റെ പ്രശ്നം? കുറച്ചു മുമ്പ് അവള് വിളിച്ചായിരുന്നു. അവള് പറയുന്നത് ഒളിച്ചോടണമെന്ന്. ഒളിച്ചോടാനാ? എടാ, ഒരു കണക്കിന് നീ ഒളിച്ചോടുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇമാതിരിയാണ് പോക്കെങ്കിൽ നാട്ടുകാരായിട്ട് തന്നെ നിന്നെ അടിച്ചോടിക്കും. അതിലും നല്ലത് നീ ഇപ്പോഴേ ഒളിച്ചോടുന്നതാ. പൊക്കോ വേഗം പൊക്കോ. അതവൻ പറഞ്ഞാലും കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഒളിച്ചോടി തന്നെ വെച്ചോ, എങ്ങോട്ട് പോവും? അവള് പറയുന്നത് ഹൈദരാബാദിൽ പോകുന്ന. ഹൈദരാബാദില്? അവിടെ എന്തോ നിങ്ങൾ രണ്ടും കൂടെ ഒളിച്ചോടി പോയി ആസ്മിക്കുള്ള മീൻ വാങ്ങി വിടുങ്ങാൻ പോണ? അയ്യോ, ആ മീൻ വാങ്ങി എൻ്റെ അണ്ണാക്കി തിരികെ കയറ്റി. ഹൈദരാബാദിൽ അവളെ കൂട്ടുകാരിയുണ്ട്, അപ്പൊ അവിടെ പോവാന്നാ പറയുന്നത്. അവിടെ ഫുൾ പ്ലാനിങ് ആണല്ലോടാ. ഇനി അവർക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ഈ കാര്യത്തില്? ഒരുമാതിരി തെണ്ടിത്തരം പറയല്. നിനക്കൊക്കെ അറിയോ അവളൊരു സ്കൂൾ ടൂർ, കോളേജ് ടൂർ, എന്തിന് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു വൺ ഡേ ട്രിപ്പ് പോലും പോയിട്ടില്ല. അവൾ ആകെ പോകുന്നത് അമ്പലങ്ങളിൽ മാത്രമാണ്. അവൾ ഏത് അമ്പലത്തിൽ പോയാലും കൃത്യമായിട്ട് അവൾ എൻ്റെ അടുത്ത് പറയും. അതായത് കഴിഞ്ഞ മാസം ഊട്ടിയിൽ ഒരു മുരുകൻ്റെ അമ്പലത്തിൽ പോയി, പിന്നെ ഗോവയിൽ ഒരു ശിവൻ്റെ അമ്പലത്തിൽ പോയി, പിന്നെ ചിക്മംഗ്ലൂരിലെ ഒരു ദേവി ക്ഷേത്രത്തിലും പോയി. അങ്ങനെ അമ്പലങ്ങളിൽ നിന്നും അമ്പലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരു നിഷ്കളങ്കയായ കുട്ടിയാണ് അവൾ. ഊട്ടിയിലെ മുരുകൻ്റെ അമ്പലം
വേൽമുരുക ലോഡ്ജ്. സെറ്റ്. ചിക്മംഗ്ലൂരിലെ ദേവീക്ഷേത്രം, സരസ്വതി ലോഡ്ജ്. ഗോവയിൽ ശിവന്റെ അമ്പലം, കൈലാസ് സ്റ്റാർ ഹോട്ടൽ. വാവ്, സബാഷ്. ഡാ എന്തോന്ന് ആലോചിക്കണ? അല്ലടാ, ഇത്രയും ഭക്തിയുള്ള ഒരു കുട്ടി നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യമാടാ, അല്ലേടാ? അതെ ടോണി. ഇപ്പോഴത്തെ പ്രശ്നമൊന്നുമില്ല. അവക്കൊരു പേടിയില്ലെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട്. കൈയും കാലും മറച്ചിട്ട് പോയി. എടാ, നീ എന്തിനാ പേടിക്കുന്നേ? ഇത്രയും ഭക്തിയുള്ള പെൺകുട്ടി നിന്റെ കൂടെ ഉള്ളപ്പോൾ നീ എന്തിനാടാ പേടിക്കുന്നേ? എടാ, കൺമഷി പറയും പോലെ. കൺമഷി ഇല്ലടാ, മീനാക്ഷി. മീനാക്ഷിക്ക് മീനാക്ഷി. ഡാ, അവള് പറയുന്ന പോലെ നീ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി. അവക്കാകുമ്പോൾ അവിടുത്തെ റിസോർട്ടും ലോഡ്ജും ഒക്കെ നല്ല പരിചയമാണല്ലോ. ലോഡ്ജാ? അല്ല, അവക്കാകുമ്പോൾ അവിടുത്തെ അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ പോയി നല്ല പരിചയമുണ്ടല്ലോ. ചിലപ്പോൾ ഒക്കെ അവിടുത്തെ പൂജാരിയും മേൽശാന്തിയും വരെ നല്ല പരിചയം കാണും. അപ്പം പിന്നെ കാര്യങ്ങളൊത്തി കൂടെ എളുപ്പമായില്ലേ? നീ ഒരു പൊട്ടനെ പോലെ കൂടെ നിന്ന് കൊടുത്താൽ മാത്രം മതി. ബാക്കിയൊക്കെ അവൾ നോക്കിക്കോളൂടാ. എന്നാലും ഇട ഒരെന്നാലും ഇല്ല. നീ ഇങ്ങനെ ഇടന്ന് ടെൻഷൻ അടിക്കാതെ. എടാ, നിന്റെ കൂടെ നമ്മളില്ലേ? നിന്നെ ഒരു വഴിക്കാക്കി തന്നാൽ പോരെ? അത് നമ്മൾ ഏറ്റ്, അല്ലേടാ? അതെ ടോണി. നീയൊക്കെ കൂടി എന്നെ പരിപാടിയിലാക്കോടെ? അല്ല, കാര്യങ്ങളെല്ലാം നമ്മൾ ശരിയാക്കി തരാമെന്ന് പറയായിരുന്നു. നീ അടുത്ത പരിപാടി പറയും, കാര്യങ്ങളൊക്കെ പട്ടപ്പെട്ടാന്ന് നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആദ്യം അവളെ പോയി ഒന്ന് കാണണം. നേരത്തെ വിളിച്ചപ്പോൾ അവൾക്ക് നേരിട്ട് കാണണമെന്നാണ് പറഞ്ഞത്. അവളെ നല്ല വിശ്വാസമായതുകൊണ്ട് അവളെ ചേട്ടൻ അവളെ ഫോൺ വാങ്ങിച്ചു വെച്ച്. നേരത്തെ അവളെ കൂട്ടുകാരിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അത്രേ ഉള്ളൂ. നീ വാടാ, നമുക്കിപ്പോൾ തന്നെ അവളെ പോയി കാണാം. നിന്റെ ഒളിച്ചോട്ടം അത് നമ്മളൊരു സംഭവമാക്കും. Come on, boys. പാലനക്കാരന് കാലും കടിക്കുന്നു. കുറഞ്ഞിട്ടും പാടില്ല. ഇനി വല്ല പാമ്പും കാണോടെ? നോക്കി പോടാ. എടാ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഡാ, ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും എണീറ്റ് വന്നാൽ മതിയേ. നീ എന്ത് തേങ്ങയാടാ ഈ കാണിക്കുന്നേ? ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ തുടർന്ന് നീ വഴക്കുണ്ട്. അല്ല, ചാടിത്തുള്ളി കയറി ചെല്ലാം. നിന്റെ കുഞ്ഞമ്മയുടെ വീടൊന്നുമല്ല ഇത്. ആരുടെ വീടാണെങ്കിലും കൊള്ളാം. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലടാ. അത് ശരിയാണല്ലേ. അല്ലെങ്കിൽ കുറേ അയൽക്കൂട്ടം ടീംസ് അടുക്കളയിലും വെളിയിലും 5-6 കസേരയും വരിച്ചിട്ട് പെണ്ണിൻ്റെ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറ്റവും കുറവും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമായത്. ഇതിപ്പോൾ പന്തലും ഇല്ല, കൊടിമരവും ഇല്ല. ഇത് തന്നെയാടേ വീട്. എടാ, ഇത് അവളെ വീടല്ല, അവളെ കൂട്ടുകാരിയുടെ വീടാണ്. ഇവിടെ വരാന്നാ പറഞ്ഞേ. ആ, അങ്ങനെ വേണ. ഇപ്പോഴല്ലേ കറക്റ്റായത്, അല്ലെങ്കിൽ ഡൗട്ടിച്ച് പണ്ടരടങ്ങി പോയതിന്. ആ, അതൊക്കെ പോട്ട്. പിന്നെ അവളെ കൂട്ടുകാരി എങ്ങനെയാ ആള്? എടാ, അങ്ങനെയല്ല, ചതിക്കോ കൂടെ നിൽക്കുവോ എന്നാണ്. ഡാ, അവള് നമ്മളെ കൂടെ വന്നോളൂ. ആ, എന്നാ ഓക്കെ. ഡാ, ആര് വരുന്നുണ്ട്? അയ്യോ, ഓടിക്കോ. ഡാ, നിക്ക്. ഇതവളെ കൂട്ടുകാരിയാടാ. കൂട്ടുകാരി ആയിരുന്നല്ലേ? ഞാൻ വിചാരിച്ച്. മനസ്സിലായി മനസ്സിലായി. ഹായ്, ഐ എം ടോണി. എടാ, ഒരു 5 മിനിറ്റ്, അതിനുള്ളിൽ പറയാനുള്ള എല്ലാം പറഞ്ഞിട്ട് പൊക്കോളാം. ഞാൻ പെട്ടെന്ന് സംസാരിച്ചിട്ട് പൊക്കോളാം. ആ, ഞാൻ അവളെ വിളിക്കാം. ഇതൊരു ഒളിച്ചോട്ടത്തിൽ തീരുമെന്ന് എനിക്ക് തോന്നണില്ല. ഡാ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. നീ പോട്ടോടാ, ഞാൻ ഉണ്ട് നിൻ്റെ കൂടെ. ഓടേ. ഉണ്ടല്ലോ അല്ലേ? അല്ല, ഞങ്ങൾ ഉണ്ട്. മതിയായിരുന്നു.
ഇവൻ മീനാക്ഷി എന്നല്ലേടാ പറഞ്ഞു. മുസ്ലിങ്ങൾക്കിടയിൽ ഇവന് മീനാക്ഷി ഉണ്ടാ? ചിലപ്പോൾ ആയിരിക്കുമെങ്കിലാ. എടാ എനിക്ക് തോന്നുന്നത് ഇവൾ അച്ഛൻ ഹിന്ദുവും അമ്മ മുസ്ലിമും. ഒരു തട്ടത്തിമറിയ സ്റ്റൈല്. ഏത്? ഓ അങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലേ. മോനെ ഫൈസി, ഓനല്ല ഓള്. ഓൻ ഡാ ഇപ്പോഴാണ് അളിയൻ ശരിക്കും പെട്ടത്. എടാ അവനിനി ആ മറ്റേത് ചെയ്യണ്ടേ? മറ്റേതാ? എടാ മറ്റേതില്ലേ സുനി? ഓ നമ്മളെ കൂടെ പിടിച്ച സുനിയാ? സുനി യെസ്. എടാ അതല്ലാണ്, ഇവരെ കൂടെ പോകുമ്പോൾ ചെയ്യുന്ന സാധനമല്ലേ സുനി? അത് കവി ഉദ്ദേശിച്ചത് സുന്നത്താണ്. ആ അത് തന്നെ. ഇനി നമ്മൾ ഇവൻ്റെ സുന്നത്തേലാണ് കൂടെ കൂടേണ്ടി വരുമോ? എനിക്കൊന്നും അറിഞ്ഞൂടളിയാ. ആ അപ്പം എല്ലാം പറഞ്ഞ പോലെ രാത്രി കാണാം. എന്തായി? അളിയാ പോവാം. എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. രാത്രി വരുന്നു, അവളെ പൊക്കുന്നു, നമ്മൾ നേരെ ഹൈദരാബാദിലേക്ക്. അതൊക്കെ ഓക്കെ. നീ ഇവിടെ ഒരു വർഗീയ ലാഭം ഉണ്ടാക്കുവോ? വർഗീയ ലാഭം? നീ ഹിന്ദു, അവള് മുസ്ലിം, പിന്നെ അത് വർഗീയ ലാഭം ആവൂലേ? എടാ പൊട്ട, അവള് ഹിന്ദു ആണ്. പിന്നെ പറഞ്ഞെടുത്ത് കൊടുത്താ. എടാ ഇത് ആരും അറിയായിരിക്കും അവളെ എടുത്തിട്ടാണ് അവളെ കൂട്ടുകാരി. എൻ്റെ പൊന്നളിയാ, നീ ഇതിപ്പോൾ പറഞ്ഞ എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ഇവൻ നിന്നെ പിടിച്ചോണ്ട് ഇപ്പോൾ സുന്നത്തല്ലിയാണ് നടത്തി വിട്ടേനെ. സുന്നത്തിലാണ്. അത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ ഒളിച്ചോടാൻ പോകുന്നേ ഉള്ളൂ. അതിനുമ്പേ നീ നീ പേടിക്കണ്ട, നീ വന്നോ. പിന്നെ ചെത്തൂല. നോക്കി വാടേ. ഇവനെയും കൊണ്ടുവിടക്കണം നിനക്ക് എന്തോ വലിയ ആപത്തിനാണ്. കണ്ടില്ല എടേന്ന് വാടേ. എന്തായിരുന്നു? ഇത് ഡേയ് അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലേ? എനിക്ക് തോന്നി. രാത്രി മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് അവന്റെ ഒളിച്ചോട്ടം. സത്യം. ഡേയ് ഇനി എങ്ങാനും അവൻ നമ്മളറിയാതെ അവളെയും കൊണ്ട് ഒളിച്ചോടി കാണൂ? ഏയ് അതിനുള്ള കഴിവൊന്നും അവനില്ല. ആ അത് ശരിയാ. എടാ എടാ ഞാന് ഡേയ് നീ മനുഷ്യനെ കൊല്ലുവോ? ഇപ്പൊ പേടിച്ച് ചത്തേനെ. കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. എൻ്റെ വീട്ടുകാരും അവളെ വീട്ടുകാരും എല്ലാ കാര്യവും അറിഞ്ഞു. ഇത്രയും നേരം അവർ എൻ്റെ പിറകെ ഉണ്ടായിരുന്നു. ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടിങ്ങി വന്നത്. അവരെങ്ങനെ പറഞ്ഞു? അതൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടറിയാ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോവാം. അവിടെ നിന്ന് ആരോ വരുന്നു. ഇടാ പന്തം കൊടുത്തി കൊണ്ടൊരു കൂട്ടം വരുന്നു, ഓടിക്കോ.
മീനാക്ഷി മീനാക്ഷി എടി മീനാക്ഷി എന്തി ഡാ അവൾ ഒളിച്ചോടി. ഒളിച്ചോടി പോയാ അതിന് ഇവ എവിടെയൊക്കെയല്ലേ? അവക്ക് അവനെ പോലെ 4-5 പേരുണ്ടായിരുന്നു. അതിൽ ബെറ്ററായിട്ടുള്ള ഒരുത്തിൻ്റെ കൂടെ അവള് പോയി. ആ അവള് വാക്ക് വലിച്ച് അവള് കറക്റ്റ് ടൈമിൽ വിളിച്ചോടി. എടി ദുഷ്ടേ വഞ്ചകി ചതിച്ചി. ഡാ നീ ഇങ്ങനെ വയലൻ്റ് ആവാതെ വലിയൊരു ആവത്ത് ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചാൽ മതി. എല്ലാം അറിഞ്ഞിട്ട് നീ എന്നെ ചോദിച്ചല്ലേ? എടാ ഞാനും ഇപ്പോഴാ കാര്യങ്ങളൊക്കെ ആ അറിഞ്ഞേ. അങ്ങനെ ഒളിച്ചോട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നാ പിന്നെ നമുക്ക് രണ്ടും കൂടെ അങ്ങ് ഒളിച്ചോടിയല്ല. എന്ത്? അല്ല നമുക്ക് രണ്ടും കൂടെ ഒളിച്ചോടിയാലാന്ന്. ചുമ്മാ അരിയടേ എന്താ സുഭാഷ്